ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കട്ട് വ്ളോഗാണ്. അപ്പോൾ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടൊരു 5 months ആയി. 3.5 months മുതൽ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. ഈ ഒരു ഭാഗത്തൊന്നും മുടിയില്ല, കണ്ടോ, ഫുൾ മുടിയും പോയി. ഈ രണ്ട് ഭാഗത്തായിട്ട് കഷണ്ടി പോലെ വരാൻ തുടങ്ങി. അതായത് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുടി ഇങ്ങനെ ഇളകി നടക്കണം. ഇപ്പോഴും ഉണ്ട്, കണ്ട, മുടി ഇങ്ങനെ ഇളകി വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയിന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഗ്രേയിങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഹെയർ കളറിങ് കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഹെയർ കളറിങ് ഇപ്പോൾ ചെയ്യാൻ പാടില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആവും. ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഹെയർ കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കളറിങ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ അവസാനം പറയാം. അപ്പം ഇന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, കൂടെ സ്പാ പറ്റുമെങ്കിൽ ചെയ്യണം. തിരക്കാണെങ്കിൽ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം വാവയുണ്ടല്ലോ, നമുക്ക് തിരിച്ചു വരണം ഓടി. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മുടി. ഇപ്പോൾ ഞാൻ ബ്ലോ ഡ്രൈയോ സ്ട്രൈറ്റനിങ്ങോ ഒന്നും ചെയ്യാതെ ഇട്ടേക്കാണ്. ഇതാണ് മുടിയുടെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കറക്റ്റ് എൻ്റെ ഹെയർ കണ്ടീഷൻ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. സോ ഇതാണ് കണ്ടീഷൻ. ഈ ഒരു ഭാഗത്താണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. കണ്ടോ, ഗ്രേയിങ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് കണ്ടോ. ഒന്ന് ചേട്ടൻ എപ്പോഴും എന്നെ കളിയാക്കും വയസ്സായെന്നും പറഞ്ഞു. ഞാൻ ആദ്യമൊന്നും മൈൻഡ് ചെയ്യല്ലായിരുന്നു, ഇപ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ആണല്ലോ നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. അപ്പം അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. അപ്പം ഇന്ന് സൺഡേ ആണ്, ഞാൻ ഫെയറിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും, ഫെയർ സലൂൺ. അവിടെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഓടിപ്പോയി ട്രീറ്റ്മെൻറ്റ് അല്ല, ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. അടുത്ത വിജയ് സാറിനെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കി, അതായത് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നോക്കി. പക്ഷേ 2 months വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത്രയും നാൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഓടി പോകുന്നതാണ്. കാര്യം വാവയെ നോക്കാൻ കൂടെ ആൾ വേണമല്ലോ. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് വന്നു. ഇതാണ് നമ്മുടെ ഹെയർ കട്ട്. അപ്പം ഞാൻ ഇവിടെ ഹെയർ കട്ട് കഴിഞ്ഞ ഉടനെ എടുത്ത വീഡിയോ കാണിച്ചു തരാം, സ്റ്റൈൽ ചെയ്തിട്ടേക്കണ വീഡിയോ കാണിച്ചു തരാം. ഇത് ഇപ്പം ഞാൻ സ്കൂട്ടിയിലല്ലേ പോയത്. അപ്പം ഏട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടേടാ, സ്കൂട്ടിയിലല്ലേ പോയത്. അപ്പം പാറി പറന്ന് അതിന് ശേഷം ഉള്ള ഒരു കോലമാണിത്. ഇത്രയും ലെങ്ത് ആക്കി, ഓക്കെ, ഇത്രയും ലെങ്ത് ആക്കി, അതായത് ഇത്രയും ലെങ്ത് കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്കിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫേസ് ഫ്രെയിമിങ് വേണമായിരുന്നു. സോ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതുപോലൊരു ഫേസ് ഫ്രെയിം ചെയ്യണം എന്നുള്ളത്. അപ്പം അത് അവർ ചെയ്തു തന്നു. അപ്പം ഞാൻ സ്പാ ചെയ്യാൻ പോയിരുന്നിട്ട് സ്പാ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നത്. അവൻ പാല് കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഞാൻ പറഞ്ഞു ഒത്തിരി നേരം ചെയ്യണ്ട, അവർ പറഞ്ഞു 45 minutes ഒക്കെ എടുക്കുമെന്ന്. അപ്പം ഞാൻ പിന്നെ അത്ര നേരം എടുക്കണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. എനിക്ക് മെയിനായിട്ട് ഹെയർ കട്ട് ചെയ്യാനല്ലേ ഞാൻ പോയത്. അതിൻ്റെ ഇടയിൽ ഞാൻ സ്പായും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ ഹെയറിനൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ട്, എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്. അങ്ങനെ ആയുർവേദമൊക്കെ ചെയ്തു, അല്ലാതെ സ്പാ ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഏകദേശം 1.5 വർഷം ആവാം.
ഒന്നര അല്ലല്ലോ, ഒരു വർഷം കഴിഞ്ഞു സ്പാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. ബട്ടർഫ്ലൈ ഹെയർ കട്ടാണ് അത്. ഒത്തിരി ലെയേഴ്സ് കൊടുക്കാതെ ആണ് ചെയ്തിരിക്കുന്നത്. ഐ ബിലീവ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ റെഫറൻസ് കാണിച്ചു കൊടുത്തത് വെച്ചിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഹെയർ കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് ഹെയർ ലോസ് ഉണ്ടായിരുന്നത്, സോ അത് കവർ ചെയ്യണം. അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. ഇത് സ്റ്റൈൽ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കിടക്കും, സ്റ്റൈൽ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പൊ ഞാൻ പോസ്റ്റ്പാർട്ടം ഹെയർ ഫോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3.5 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഹെയർ ഫോൾ നല്ല രീതിയിലുണ്ട്, തിന്നിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹെയർ കട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് 4 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഹെയർ കട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പോവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഡു എടാ ഞാൻ പറഞ്ഞോട്ടടാ, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാണെങ്കിൽ ഒരു 7 to 9 months ആ ഒരു ടൈമിൽ ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കളറിങ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 months കഴിഞ്ഞിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഇത് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും, അതായത് നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ കണ്ടതാണ്. ഇപ്പം റൂട്ട് ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള ഹൈലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 6 months കഴിഞ്ഞ, അല്ലെങ്കിൽ 7 months ആ ഒരു ടൈം അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണമായിരിക്കും അതും നല്ലത്. പിന്നെ ഒത്തിരി ഹെയറിനെ ഇറിറ്റേറ്റ് ചെയ്യണ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ 7-8 months 9 months ഒക്കെ ആ സമയത്ത് ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുഞ്ഞു ഹെയർ കട്ട് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അവിടെ. ഒരു 2 hours വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എന്നെ വിളിച്ചത്. അപ്പം അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണ സിസ്റ്റം ഒക്കെ മാറി ഇപ്പോൾ. അത് ഭയങ്കര എന്തോ തിരക്ക് കൂടിയോണ്ടായിരിക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇപ്പം അർജന്റ് ആയിട്ട് പോയി ചെയ്യണവർക്കൊക്കെ ഇറ്റ്സ് ബെറ്റർ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പോയാൽ പിന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. എനിവേസ്, എന്തായാലും കുഴപ്പമില്ല, ഹെയർ കട്ടൊക്കെ ചെയ്തു, ഹാപ്പിയാണ്. ന്യൂ മോംസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് വാവയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം, അവരുടെ ടൈം അനുസരിച്ച് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഒരു സമാധാനം ഉണ്ടാവില്ല ഒന്നും ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങളൊരു ന്യൂ മോം ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ആരെ നോക്കും എന്നൊക്കെ ഭയങ്കര കൺസേൺ ആയിരിക്കും. അങ്ങനെ ട്രസ്റ്റ് വർത്തി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കാര്യം കൂടെ നോക്കാനായിട്ട് നോക്കുക. പിള്ളേരൊക്കെ പെട്ടെന്ന് വളർന്നു പോകും. അതിന്റെ കൂടെ തന്നെ നിങ്ങളും നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തിൽ ചെയ്യുക. കരിയർ ഒന്നും അങ്ങനെ മാറ്റി വെക്കാതിരിക്കാനായിട്ട് നോക്കാം. മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം കരിയർ ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ അറിവ് കൂട്ടാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ കരിയറിൽ യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ചെറിയ ചെറിയ കോഴ്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് അവര് വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരിടത്തും എത്താതെ ആവരുത്. ഓക്കെ, സോ ആ ഒരു നോട്ടോടു കൂടി ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. എടാ അവന് ഉറക്കം വരണം, അതാണ് അവൻ പാട്ട് പാടുന്നത്. എന്തായാലും അവന് ഉറക്കാനുള്ള സമയം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഉറങ്ങാ.